ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട ഒരു പാർട്ടി ഇപ്പോ ജന്തർ മന്ദറിൽ വലിയൊരു പ്രക്ഷോഭം, ഒരു പ്രകടനമൊക്കെ നടത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പാർട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഒരു കൂട്ടായ്മ, ഏതോ ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇടുന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള കുറെ പേര് അതിനെ പിന്തുണയ്ക്കുന്നു, അവരൊരു കൂട്ടായ്മയായി മാറുന്നു. ഇതിപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു അറബ് വസന്തം പോലെയൊക്കെ മാറാവുന്ന ഒരു പ്രവണതയായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലത്തേക്ക് അത് മാറുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ഭയം ഭരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ കണ്ടു. സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഫോളോയിങ് അല്ല ഓൺ ഗ്രൗണ്ട് വരുന്ന ആൾക്കാരുടെ സ്ട്രെങ്ത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവരൊരു ഈ പറഞ്ഞ പോലെ ജന്തർ മന്ദറിൽ ഒരു പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് അവർ ആഹ്വാനം നടത്തുന്നു. സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് 7 ദിവസത്തെ നോട്ടീസ് ആവശ്യമാണ്. ഡൽഹി പോലീസിനെ അറിയിക്കണം. അത് ചെയ്യാമായിരുന്നിട്ടും അവരുടെ നേതാക്കൾ ആരും അത് ചെയ്തില്ല. പകരം തലേ ദിവസം അവർ അപ്രൂവലിന് വേണ്ടിയിട്ട് പോകുന്നു. പെർമിഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്നായിരിക്കും ഒരു പക്ഷേ അവർ പ്രതീക്ഷിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയ വഴി അവരും മാധ്യമങ്ങളും ഒക്കെ അതിനെ ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ സർക്കാർ ഇതിനെ എന്തോ ഭയക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ വാർത്തയായിട്ട് ക്രിയേറ്റ് ചെയ്യാം